ഹായ്, ഞാൻ ഡോക്ടർ ധന്യ കൃഷ്ണൻ, കൺസൾട്ടൻറ്റ് പെരിഡോണ്ടിസ്റ്റ്. ഇന്ന് നമുക്ക് കമൻറ്റ് ബോക്സിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ്, ഡ്രൈ സ്കിന്നുള്ളവർക്ക് ലൈക്കൻ പ്ലാനറ്റ്സ് വരുമോയെന്ന്. അപ്പോൾ നമുക്കറിയാം, ലൈക്കൻ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം കൊണ്ട് സ്കിന്നിൽ കാണുന്ന ലീഷൻസ് ആണ്. അപ്പം ഡ്രൈ സ്കിൻ ഉള്ളത് കൊണ്ട് ലൈക്കൻ പ്ലാനറ്റ്സ് വരില്ല. എന്നാൽ ലൈക്കൻ പ്ലാനറ്റ്സിൻ്റെ കണ്ടീഷനായിട്ട് വരുന്ന മിക്കവരിലും ഡ്രൈ സ്കിൻ കണ്ടുവരാറുണ്ട്. ലൈക്കൻ പ്ലാനറ്റ്സ് വായിൽ വരുമ്പോൾ ചെറിയൊരു ഇറിറ്റേഷൻ, അതായത് എരി അല്ലെങ്കിൽ ഉപ്പ്, സോൾട്ടി ഫുഡ്സ് കഴിക്കുമ്പോൾ നല്ല ഇറിറ്റേഷനായിട്ട് ബേണിങ് സെൻസേഷനൊക്കെ വരുന്നുണ്ട്. അതുപോലെ വൈറ്റ് പാച്ചസ് ആയിട്ട് ലൈൻസ് ആയിട്ട് കവിളിലൊക്കെ കാണാം, നാക്കിൽ, പാലറ്റിൽ, തൊണ്ടയിലും എല്ലാം കാണുന്നതായിട്ട് വരാം. അപ്പോൾ അത് ഇൻഫ്ലമേഷൻ കാരണം നമ്മുടെ ആ സ്കിൻ ഔട്ടർ ലെയർ കണ്ടിന്യൂസ് ഇറിറ്റേറ്റഡ് ആവുകയും അപ്പോൾ അങ്ങനെ കെരാറ്റിൻ ഡെപ്പോസിറ്റ് കൂടി ചിലപ്പോൾ നമുക്ക് സലൈവേഷൻ കുറയും, അതായത് ഉമിനീരുണ്ടാവുന്നത് കുറയാം. അങ്ങനെ ചിലർക്ക് ഡ്രൈ സ്കിൻ കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ കോമൺലി കൊടുക്കുന്ന ഓയിൻമെൻറ്റ് ജെല്ല് അല്ലെങ്കിൽ അലോവേറ ജെല്ലൊക്കെ യൂസ് ചെയ്താൽ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഒത്തിരി വ്യത്യാസം വരും. ഇങ്ങനെ വന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ കഴിക്കാനായിട്ടുള്ള മരുന്ന് കൊടുക്കുന്നത്. ലൈക്കൻ പ്ലാനറ്റ്സ് ഉള്ളവർക്ക് നമുക്കൊരു ഹെൽത്തി ഡയറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇലക്കറികൾ തന്നെയാണ്. ഇലക്കറികളിനകത്ത് കൂടുതലായിട്ട് വൈറ്റമിൻ ബി കോംപ്ലക്സ് നല്ലതായിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിന് ഒത്തിരി അത്യാവശ്യമാണ്. അപ്പോൾ എന്നും ഫുഡിൽ ഇലക്കറികൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ കോഡ് ലിവർ ഓയിൽ, ഫിഷ് ലിവർ ഓയിലിൽ വൈറ്റമിൻ എ, ഡി ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന്, എല്ലുകളുടെ എല്ലാം ഹെൽത്തിന് അത് അത്യാവശ്യമാണ്. ഗ്രീൻ ടീക്കകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻറ്റ് കൂടുതലാണ്, നമുക്കറിയാം. അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻറ്റ് ഉള്ളത് നമ്മുടെ ഈ സ്കിന്നിൽ ഇങ്ങനത്തെ കണ്ടീഷൻസ് വരാനായിട്ട് പ്രിവെൻറ്റ് ചെയ്യും. തൈര് നമുക്കറിയാം, അതിനകത്ത് നല്ല ബാക്ടീരിയാസ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് മൊത്തത്തിലത് വളരെ നല്ലതാണ്. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും നമ്മുടെ സ്കിന്നിന് ഒരു വെറ്റ്നെസ്, ഒരു മോയിസ്റ്റ് ആയിട്ടിരിക്കാൻ നമ്മുടെ തൈര് സഹായിക്കും. അപ്പോൾ തൈര് നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയും പോലെ കവിളിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, അകത്ത് എവിടെയൊക്കെയാണോ നമുക്ക് ഡ്രൈനെസ് തോന്നുന്നത്, പൊട്ടൽ, എരിച്ചിൽ ഒക്കെ ഉള്ളിടത്ത് തൈര് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. ഡോക്ടേഴ്സ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഈ ഡയറ്റും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി വ്യത്യാസം വരും. നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ തന്നെ ലൈക്കൻ പ്ലാനറ്റ്സിന് ഒത്തിരി വ്യത്യാസം വരും.